ഹായ് ഫോക്സ്, ഫൈനൽ അവർ ട്രേഡിംഗ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് നാൾ മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മോഡലായിരുന്നു ഫൈനൽ അവർ ട്രേഡിംഗ്. സോ നമുക്ക് പ്രൈസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നിങ്ങൾക്കപ്പം ഈ ഒരു മൂവിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രൈസിന്റെ ഒരു ഓവറോൾ ഹയർ ടൈം ഫ്രെയിം ഒബ്ജക്റ്റീവിന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടല്ല പ്രൈസ് ഫോൾ ആയിരിക്കുന്നത്. സോ ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഒരു ഹയർ ഒബ്ജക്റ്റീവ് ടേക്ക് ഔട്ട് ചെയ്യാതെ ഫോൾ ഷോർട്ട് ആയിട്ട് പ്രൈസ് റോൾ ഓവർ ആവുകയാണെങ്കിൽ ആ ഒരു മാർക്കറ്റ് ഒരു ചെറിയ ഫോളിൽ നിൽക്കരുത്, അത് വളരെ താഴെ പോകണമെന്നും. പ്രൈസ് ഓൾമോസ്റ്റ് 500 പോയിന്റ്സ് നാസ്ഡാക്ക് ഫോൾ ആയി. സോ ഓവറോൾ മാർക്കറ്റിൽ നിന്ന് ഗോൾഡ്, സിൽവർ, അതേപോലെ തന്നെ നമ്മുടെ S&P, ക്രിപ്റ്റോസ്, എല്ലാ മാർക്കറ്റ്സും ഇന്ന് ഫോളിംഗ് ആയിരുന്നു. സോ സ്പെസിഫിക് റീസൺ ഇല്ല, മാർക്കറ്റ്സ് ആർ കൺട്രോൾഡ് ബൈ ആൽഗോരിതം. പ്രത്യേകിച്ച് ന്യൂസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല മാർക്കറ്റിന് താഴോട്ട് പോയി ഫോൾ ആവാനും ക്രാഷ് ആവാനും. സോ തേഴ്സ്ഡേസ് റിവേഴ്സലാണ്, വെനസ്ഡേസ് ആണ് ഹൈ ഓഫ് ദ വീക്ക് ഫോം ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റ് മേക്കർ സീരീസിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഫൈനൽ അവർ ട്രേഡിംഗ് എന്തുകൊണ്ടാണ് ഈ ഒരു എൻട്രി നോക്കിയെന്ന് വെച്ചാൽ, നമ്മുടെ പ്രൈസ് എക്സ്പാൻഡ് ചെയ്യുമായിരുന്നു. എക്സ്പാൻഷൻ കഴിഞ്ഞാൽ നമുക്ക് കൺസോൾട്ടേഷൻ കഴിഞ്ഞാൽ വീണ്ടും എക്സ്പാൻഷൻ ആണ് വരുന്നത്. സോ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു പ്രൈസിലേക്ക് ട്രസ്റ്റ് ചെയ്തില്ല, ഈ ഒരു പ്രൈസിലേക്ക് ട്രസ്റ്റ് ചെയ്തില്ല, ഈ ഒരു പ്രൈസിലേക്ക് മാത്രം ട്രസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇവിടെ ഒന്നും ടൈമിന്റെ വേരിയബിൾ ഇല്ലായിരുന്നു. നമുക്ക് AM സെഷൻ ഫുള്ള് എക്സ്പാൻഡിങ് മാർക്കറ്റ് ആയിരുന്നു. സോ PM സെഷന്റെ ബിഗിനിങ് നമുക്കൊരു കൺസോൾട്ടേഷൻ എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ ഈ ഒരു പ്രൈസിന്റെ പുറകിലോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഏഷ്യ എക്സ്പാൻഡ് ചെയ്യുമായിരുന്നു, ലണ്ടൻ കൺസോൾട്ടേഷൻ ആയിരുന്നു, ന്യൂയോർക്ക് ഒരു ചെറിയ മാനിപ്പുലേഷൻ തന്നിട്ട് നമുക്ക് പ്രൈസ് റോൾ ഓവർ ആയി. എന്താണ് അതിന്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നൊക്കെ ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഒരു കാരണമില്ല. മാർക്കറ്റ്സ് ആർ പ്യൂർലി ഡ്രിവൺ ബൈ ആൽഗോരിതംസ്. ഒരു HFTസിന്റെയും ബേസിലല്ല, പ്യൂർലി ഡ്രിവൺ ബൈ ആൽഗോരിതമിക് എൻജിൻസ്. ആ എൻജിൻസ് ആണ് പ്രൈസിനെ ഡ്രൈവ് ചെയ്യുന്നത്. സോ എക്സാക്ട്ലി നിങ്ങൾക്ക് കണ്ടാൽ കാണാം, ഞാൻ ഈ ഒരു ലിക്വിഡിറ്റിയാണ് മാർക്ക് ചെയ്ത് വെച്ചിരുന്നത്. എക്സാക്ട്ലി ആ ഒരു എന്താ പറയാ, ലിക്വിഡിറ്റിയുടെ താഴെ ബോഡീസ് ബാർലി ക്ലോസ് ആയതേ ഉള്ളൂ. അതിനുശേഷം മാർക്കറ്റ് പുള്ളപ്പ് ചെയ്തു തിരിച്ച് റേഞ്ചിലേക്ക്. സോ ഇവിടെ നമുക്ക് നമ്മുടെ റേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ, ഈ ഹൈ തൊട്ട് ഈ ലോ വരാണ് നമ്മുടെ റേഞ്ച് ആയിട്ടുണ്ടായിരുന്നത്. ആ ഒരു റേഞ്ചിന്റെ ഹൈ നമുക്ക് ഇവിടാണ് ടേക്ക് ഔട്ട് ആയത്. ES-ഉമായിട്ട് SMT ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നോ, അവിടെ ഒരു SMT ഇല്ല. ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, SMTയുടെ ബേസിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ അധികം നാൾ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമല്ല. കാരണം അവർ ആ ഒരു SMT എന്ന് പറയുന്ന ഒരു ക്രാക്ക് ഇൻ കോറിലേഷൻ അവർ ഉടനെ മാർക്കറ്റിൽ കറക്റ്റ് ചെയ്യും ഇൻ ദ നിയർ ഫ്യൂച്ചർ. സോ ഇവിടെ ഒരു പ്രോപ്പർ ഹയർ ടൈം ഫ്രെയിം ഒരു SMT ഇല്ലായിരുന്നു. സോ ഞാൻ ഈ ഷോർട്ട് എടുക്കാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് പ്യൂർലി ടൈം ബേസ്ഡ് ട്രേഡിംഗ് ആണ്. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ എന്തൊക്കെ പാറ്റേൺസും എന്തൊക്കെ മോഡൽസും നിങ്ങൾക്ക് കാണാൻ പറ്റിയാലും ടൈം ആണ് ആ ഒരു ഹെവി ലിഫ്റ്റിംഗ് ചെയ്യുന്നത്. ഈ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്തു, എക്സാക്ട്ലി 30 മിനിറ്റ്സിൽ ആ ഒരു 20-25 മിനിറ്റ്സിൽ ആ ഒരു ട്രേഡ് ഫിനിഷ് ആയി. സോ ഇത് ഫൈനൽ അവർ ട്രേഡിംഗ് ആണ്. ഇതിനെ വാൾ സ്ട്രീറ്റിലും ഹെഡ്ജ് ഫണ്ട്സിന്റെ ഇടയിലും ഒക്കെ ഫൈനൽ അവർ ക്യാഷ് ഇഞ്ചക്ഷൻ, വോളറ്റിലിറ്റി ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ ഈ മൂവിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന്, ലൈക്ക് ഇറ്റ്സ് ബുൾഷിറ്റ്. പ്രൈസ് പ്യൂർലി ആൽഗോരിതമിക് ഡ്രിവൺ ആണ്. അവർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പം ആൽഗോരിതം ബേസ്ഡ് ഡ്രിവൺ ആണെങ്കിൽ അവർ ഈ ഒരു ആൽഗോരിതത്തിനെ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത്, അവരുടെ അൺലിമിറ്റഡ് ക്യാഷ് ഉണ്ട്. സോ അവർ ആ ആൽഗോരിതം റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് ഇതിനകത്ത് അൺലിമിറ്റഡ് ആയിട്ട് എന്താ പറയാ, ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കിയേനെ. ബട്ട് നോ, ദാറ്റ് ഇസ് അവരുടെ മുമ്പിൽ നിന്നും അവരാണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്, അവരാണ് മാർക്കറ്റ് മേക്കേഴ്സ് എന്നൊക്കെ അവരെ വിശ്വസിപ്പിക്കാനാണ് എന്താ പറയാ, മാർക്കറ്റ് അവർക്കും വേണ്ടിയുള്ള ബയേഴ്സ് ആൻഡ് സെല്ലിംഗ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രഷേഴ്സും കാര്യങ്ങളുടെയും എല്ലാം സിഗ്നേച്ചേഴ്സ് അവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ട്രേഡ് ഞാൻ ഇവിടെ നിന്ന് എൻ്റർ ചെയ്തു. ഇവിടെ ഫസ്റ്റ് പാർഷ്യൽ, സെക്കൻഡ് പാർഷ്യൽ. സോ സോറി, ഇവിടെ നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്തു. TP ഇവിടം വരായിരുന്നു, ട്രേഡ് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തിരുന്നു. സോ ബ്യൂട്ടിഫുൾ ട്രേഡ്. ഓൾമോസ്റ്റ് 50 to നമ്മൾ 24,899 എൻ്റർ ചെയ്തിരുന്നു. നമ്മൾ എക്സിറ്റ് ആയത് ഓൾമോസ്റ്റ് ഇത്രയും പോയിന്റ്സ്. ലൈക്ക് ടോപ്പ് ഓഫ് ദ മൈൻഡ് എനിക്ക് മാത്ത് കൗണ്ട് ആവുന്നില്ല. സോ ഒരു പോയിന്റിന് $20. എന്റെ കോൺട്രാക്ട് എൻട്രി വാസ് 3 കോൺട്രാക്ട്സ്. ഇത് നമ്മുടെ മിനി കോൺട്രാക്ട് ആണ്. സോ ഫൈനൽ അവർ ട്രേഡിംഗ് ഇതാണ് ഗൈസ്. സോ ഇനി ഞാൻ പൊസിഷൻസ് നോക്കുന്നുണ്ടോ, ഇനി നമുക്ക് ഹയർ ടൈം ഫ്രെയിം ഒബ്ജക്റ്റീവ്സ് സ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഒബ്വിയസ്ലി ഉണ്ട്. സോ റീസെന്റ് ഞാൻ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ആണ്, നമുക്ക് മാർക്കറ്റിന്റെ ആ ഒരു താങ്ക് ഗോഡ് ഫ്രൈഡേ, TGIF ഫ്രൈഡേയുടെ പ്രൊപ്പോർഷണാലിറ്റി ട്രേഡ് വരുന്നത് മോസ്റ്റ് പ്രോബബ്ലി മൺഡേസിലാണ് ഞാൻ കണ്ടുവരുന്നത്. സോ എനിക്ക് തോന്നുന്നു ഫ്രൈഡേയും നമുക്ക് നാളെ CPIക്ക് ശേഷം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു TGIF മോർ ലൈക്ക് എന്താ പറയാ, TGIM പോലാണ്, താങ്ക് ഗോഡ് ഇറ്റ്സ് മൺഡേ കണക്കാണ് പെർഫോം ചെയ്യുന്നത് നോക്കാം. സോ നോ വറീസ്, ലെറ്റ് സി ഹൗ ദ മാർക്കറ്റ് പ്ലേസ് ഔട്ട്. സോ ഇതൊരു ക്വിക്ക് ട്രേഡ് ആയിരുന്നു, 20 മിനിറ്റ്സ്. സോ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് എടുത്തതിന്റെ ബിഹൈൻഡ് ദ സീൻസ് റീസൺസും കാര്യങ്ങളും മനസ്സിലായെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഇത് എൻട്രി ഒരു
ഫെയർ വാല്യൂ ഗ്യാപ്പിലായിരുന്നു, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലായിരുന്നു. 302 ഉണ്ടായിരുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നു. ഒരു 302 ഉണ്ടായിരുന്ന ഫെയർ വാല്യൂ ഫസ്റ്റ് പാർഷ്യൽ 311 എടുത്തു, നമ്മുടെ പൊസിഷൻ ക്ലോസ് ചെയ്തത് 324 സോ ഞാൻ എന്തുകൊണ്ടാണ് ആ ഒരു സ്പെസിഫിക് ടൈംസിൽ ക്ലോസ് ചെയ്തതെന്നും എന്തുകൊണ്ടാണ് ആ ഒരു സ്പെസിഫിക് ടൈമിൽ എൻ്റർ ചെയ്തതെന്നും കൂടെ നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്യുക. സോ നിങ്ങൾക്ക് അവിടെ നിന്നും എന്തെങ്കിലും ഒക്കെ ഒരു ജെമ്മ് കിട്ടിയേക്കാം. സോ അണ്ടിൽ ദെൻ അതേപോലെ എനിക്ക് വീഡിയോ ക്ലോസ് ചെയ്യുന്ന ഒരു കാര്യം പറയാനുള്ളത്, 30-minute സൈക്കിൾസ്, 90-minute സൈക്കിൾസ് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണുന്നവര് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സ്പെസിഫിക് ഇത് നിങ്ങൾ ലൈക്ക് കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് നിങ്ങൾ അവിടെ ഒരു 90-minute സൈക്കിളും 30-minute സൈക്കിളും ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അപ്പൊ എന്തെങ്കിലും ഒരു ജെം അവിടെ നിന്ന് കിട്ടിയേക്കാം. സോ അണ്ടിൽ ദെൻ ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.